In the last class, we were discussing various types of isomers and examples for various types of isomers. Today, we are discussing three-dimensional representation of organic molecule. ഒരു ഓർഗാനിക് മോളിക്യൂളിൻ്റെ 3D സ്ട്രക്ചർ 3 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എന്തെല്ലാം മെത്തേഡ്സ് ആണ്, ഏതെല്ലാം രീതികളാണുള്ളത്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഒന്ന് +1 ക്ലാസ്സുകളിൽ കുറേ കാര്യങ്ങൾ പഠിച്ചേക്കുന്നതാണ്. അതൊക്കെ തന്നെയാണ് വീണ്ടും നമുക്ക് ഇവിടെ KTU സിലബസിലും വന്നിരിക്കുന്നത്. Wedge representation, then Fisher representation, Newman projection form, then Sohor's representation. ഇതൊക്കെയാണ് ഒരു ഓർഗാനിക് മോളിക്യൂളിൻ്റെ 3 റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. വെഡ്ജ് ഫോം, ഫിഷർ ഫോം, ദെൻ സോഹോഴ്സ് റെപ്രസെൻറ്റേഷൻ, ന്യൂമാൻ പ്രൊജക്ഷൻ റെപ്രസെൻറ്റേഷൻ. ഇതെല്ലാ ടേമും നമുക്ക് ഫെമിലിയർ ആണ്. എന്താണ് വെഡ്ജ് ഫോം എന്ന് പറഞ്ഞാൽ? വെഡ്ജ് ഫോമിൽ വെഡ്ജസ്, തിക്ക് വെഡ്ജസ്, ഡോട്ടഡ് വെഡ്ജസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾ എക്സാമ്പിൾ കാണാം. അതുപോലെ ഫിഷർ ഫോമിൽ സർട്ടൺ ഹൊറിസോണ്ടൽ ലൈൻസ് ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടാകും. അസിമെട്രിക് കാർബൺ ആറ്റം ആ 2 ലൈനും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഫിഷർ, അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണും. ദെൻ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോമിൽ നമുക്ക് മീഥൈനെ ഒന്നും നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് 2 കാർബൺ ആറ്റംസ് ഉള്ളത് അത്തരം മോളിക്യൂൾസിനെയാണ് നമ്മൾ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് സോഹോഴ്സ് റെപ്രസെൻറ്റേഷനിലും 2 കാർബൺ ആറ്റം ഉള്ള മോളിക്യൂൾസ്, മിനിമം 2 കാർബൺ ആറ്റം ഉള്ള മോളിക്യൂൾസ് ആണ് നമ്മൾ ഈ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ച് വെഡ്ജ് റെപ്രസെൻറ്റേഷൻ, ഫിഷർ റെപ്രസെൻറ്റേഷൻ, ന്യൂമാൻ പ്രൊജക്ഷൻ ആൻഡ് സോഹോഴ്സ് representation of substituted methane and substituted ethane എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വെഡ്ജ് റെപ്രസെൻറ്റേഷൻ നോക്കാം. വെഡ്ജ് റെപ്രസെൻറ്റേഷൻ, first one is wedge representation. Wedge representation of substituted methane. What is methane? CH4 molecule is methane. Substituted methane means these 4 hydrogen atoms are replaced by some other group. Suppose A, B, C, D, different groups. A, B, C, D. This is a substituted methane. Then the central carbon atom is represented by a dot. There are certain thick wedges and certain dotted wedges. We can represent a thick wedge like this. Similarly, a broken wedge. A, B. Then this is a plain bond C. This is another plain bond D. This type of representation is known as wedge representation. Then here this thick wedge represent the group which are projecting towards the observer. അപ്പോൾ നമ്മുടെ ഈ പേപ്പറിൻ്റെ പ്ലെയിനിന് നിന്ന് മുമ്പിലോട്ട്, അതായത് ഒബ്സർവറിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഗ്രൂപ്പാണ് ഏത്? എ എന്ന് പറയുന്നത്. തിക്ക് വെഡ്ജ് ഓൾവേസ് റെപ്രസെൻറ്റ്സ് ദ ഗ്രൂപ്പ് വിച്ച് ആർ പ്രൊജക്റ്റിംഗ് ടുവേർഡ്സ് ദി ഒബ്സർവർ. And this broken wedge represent the group which is projecting away from the observer. അതായത് ഈ പേപ്പറിൻ്റെ പ്ലെയിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എ ഈ പ്ലെയിനിന് ഫ്രണ്ടിലോട്ടും ബി ഈ പ്ലെയിനിൻ്റെ പുറത്തേക്ക് ബാക്കിലോട്ടും സിയും ഡിയും ഈ പേപ്പറിൻ്റെ പ്ലെയിനിലുമായിരിക്കും. എല്ലാ വെഡ്ജ് റെപ്രസെൻറ്റേഷനും അങ്ങനെയാണെന്ന് ഓർക്കുക. തിക്ക് വെഡ്ജ് റെപ്രസെൻറ്റ്സ് എ ഗ്രൂപ്പ് വിച്ച് ഈസ് പ്രൊജക്റ്റിംഗ് ടുവേഴ്സ് ദി ഒബ്സർവർ. ബ്രോക്കൺ വെഡ്ജ് റെപ്രസെൻറ്റ്സ് എ ഗ്രൂപ്പ് വിച്ച് ഈസ് പ്രൊജക്റ്റിംഗ് away from the observer, and these normal lines that represents the groups which are on the same plane. ഇതാണ് വെഡ്ജ് റെപ്രസെൻറ്റേഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ OH ഗ്രൂപ്പ് നമ്മുടെ മെഥൈൻ മോളിക്യൂളിൽ C6H5 CHOH CH3 ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് വെറുതെ ഒരെണ്ണം തിക്ക് വെഡ്ജായിട്ട് കാണിക്കുക, ഒരെണ്ണം ബ്രോക്കൺ വെഡ്ജ്, 2 എണ്ണം പ്ലെയിനിൽ കാണിക്കുക. അപ്പോൾ തിക്ക് വെഡ്ജാണ് കാണിച്ചിരിക്കുന്നത് എപ്പോഴും ടുവേർഡ്സ് ഒബ്സർവർ ആണെന്ന് ഓർക്കുക. ഡോട്ടഡ് വെഡ്ജ് അവേ ഫ്രം ദി ഒബ്സർവർ. അപ്പോൾ ഇതാണ് നമ്മുടെ വെഡ്ജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുക. വെഡ്ജ് ഫോർമുല ഫോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥൈൻ. നെക്സ്റ്റ് വൺ, ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല ഫോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥൈൻ. ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല.
Fisher projection formula for substituted methane. In Fisher projection form, asymmetric carbon atom is taken at the center. Asymmetric carbon atom. What is asymmetric carbon atom? If 4 valencies are satisfied by 4 different carbon atom, then that carbon is considered as asymmetric carbon. കാർബണിൻ്റെ 4 വാലൻസീസും 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് വഴിയായിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്നതെങ്കിൽ asymmetric carbon atom is taken at the center with bonds are attached to certain horizontal lines and certain vertical line. ഇതാണ് ഫിഷർ പ്രൊജക്ഷൻ ഫോമിൽ വരിക. അപ്പോൾ നമ്മുടെ സെയിം സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥേൻ ആണെന്നുണ്ടെങ്കിൽ എ ബി സി ഡി എന്ന് നമുക്ക് കൊടുക്കാം. വെഡ്ജ് ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നെങ്കിൽ ഫിഷർ പ്രൊജക്ഷൻ ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു അസിമെട്രിക് കാർബൺ ആറ്റമേ ഉള്ളൂ എങ്കിൽ ഒരു മീറ്റിംഗ് പോയിൻ്റേ ഉണ്ടാവുള്ളൂ. ഒന്നിൽ കൂടുതൽ അസിമെട്രിക് കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അത് ഒന്നിൽ കൂടുതൽ മീറ്റിംഗ് പോയിൻറ്റ്സ് ഉള്ള നമുക്ക് എക്സാമ്പിൾസ് കാണാം. ഇൻ ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല ദർ ആർ സർട്ടൺ ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് സർട്ടൺ വെർട്ടിക്കൽ ലൈൻ. ദിസ് ഗ്രൂപ്പ് എ ആൻഡ് ബി it represents the group which are towards the observer and C and D are away from the observer. എയും ബിയും ഒബ്സർവറിനോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഗ്രൂപ്പും സിയും ഡിയും പുറത്തേക്ക് നിൽക്കുന്ന ഗ്രൂപ്പും ആയിരിക്കും. ഇതനുസരിച്ച് ഫിഷർ പ്രൊജക്ഷൻ ഫോമിൽ അങ്ങനെയാണ് കൺവെൻഷൻ. ദെൻ here asymmetric carbon atom is taken at the center with bonds are attached to this by horizontal and vertical lines എന്ന് മാത്രമേ ഓർക്കേണ്ടതുള്ളൂ. These groups in both side of the horizontal line represents towards the observer and C and D represents away from the observer. Then next, conversion of wedge formula of substituted methane into Fisher projection formula. നമുക്ക് വെഡ്ജ് ഫോമിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥേൻ തന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് എഴുതിയ എക്സാമ്പിൾ തന്നെ എഴുതാം. അതായത് സെൻട്രൽ കാർബൺ ആറ്റം നമുക്ക് പ്ലെയിൻ ബോണ്ടിൽ C6H5, ദെൻ OH ബോണ്ട് തിക്ക് വെഡ്ജ്, ദിസ് ഈസ് എ തിക്ക് വെഡ്ജ് OH, ദെൻ ഹൈഡ്രജൻ എ ബ്രോക്കൺ വെഡ്ജ്, then CH3 പ്ലെയിൻ. ഞാൻ തൊട്ട് മുകളിൽ കാണിച്ച സെയിം എക്സാമ്പിൾ തന്നെ. ഇത് വെഡ്ജ് ഫോമിൽ തന്നിരിക്കുന്നു. ഇനി ഇതിനെ ഫിഷർ പ്രൊജക്ഷൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിഷർ പ്രൊജക്ഷൻ ഫോം എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ അസിമെട്രിക് കാർബൺ ആറ്റം. അസിമെട്രിക് കാർബൺ ആറ്റം എന്ന് പറയാൻ കാരണം എന്താ? 4 വാലൻസീസും 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പാണ്. CH3, C6H5, OH, H, 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ അസിമെട്രിക് കാർബൺ ആറ്റം നമ്മുടെ സെൻറ്ററിലാണ് വരിക. ഇനി ഹൊറിസോണ്ടൽ ലൈൻസും ഉണ്ട്, വെർട്ടിക്കൽ ലൈൻസും ഉണ്ട്. ഒരു അസിമെട്രിക് കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് ഒരു മീറ്റിംഗ് പോയിന്റ് നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി നോക്കുക, ഹൊറിസോണ്ടൽ ലൈനിൻ്റെ 2 സൈഡിലും ഏത് ഗ്രൂപ്പിനെ വെക്കണം? തിക്ക് വെഡ്ജ് ആണ് ടുവേർഡ്സ് ദി ഒബ്സർവർ. ഹൊറിസോണ്ടൽ ലൈനിൽ കിടക്കേണ്ട ഗ്രൂപ്പാണ് ഏത്? ടുവേർഡ്സ് ദി ഒബ്സർവർ വരേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നിലവിൽ ഒരാളെ തിക്ക് വെഡ്ജിൽ കിടക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഒരാളെ ഹൊറിസോണ്ടൽ ലൈനിൽ കൊടുക്കാം. പിന്നെ വേറെ പ്ലെയിൻ നോർമൽ ബോണ്ടിൽ കിടക്കുന്ന ഈ സെയിം പ്ലെയിനിൽ തന്നെ കിടക്കുന്ന 2 പേരിൽ ആരെങ്കിലും ഒരാളെ ഇപ്പുറത്ത് വെക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ C6H5നെ ഇപ്പുറത്ത് കൊടുക്കാം. ഇനി വെർട്ടിക്കൽ ലൈനിൽ എന്ത് വേണമെന്നേ പറയുന്നുള്ളൂ? ബാക്കിലോട്ട് നിൽക്കുന്ന ആൾ വേണമെന്നേ പറയുന്നുള്ളൂ. ബാക്കിലോട്ട് നിൽക്കുന്ന ആരാണ്? ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, ഒരാൾ കൂടി ഉണ്ട്. പകരം നോർമൽ പ്ലെയിനിൽ കിടക്കുന്ന CH3നെ നമുക്ക് കൊടുക്കാം. നമുക്ക് എത്ര മാത്രമേ അറിയുള്ളൂ? പ്ലെയിനിൻ്റെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന ആൾ ഹൊറിസോണ്ടൽ ലൈനിൽ വരണം, അല്ലെങ്കിൽ ടുവേർഡ്സ് ദി ഒബ്സർവർ എവിടെ വരണം? ഹൊറിസോണ്ടൽ ലൈനിൽ വരണം. അപ്പോൾ ഇവിടെ OH മാത്രം ഹൊറിസോണ്ടൽ ലൈനിൽ വരാൻ നോക്കുക, H വെർട്ടിക്കൽ ലൈനിൽ വരാൻ നോക്കുക. പ്ലെയിൻ ബോണ്ടിൽ കിടക്കുന്ന 2 പേരിൽ ഇങ്ങനെ പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇതാണ് കൺവേർഷൻ ഓഫ് വെഡ്ജ് ഫോർമുല ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് മീഥേൻ ടു ഫിഷർ പ്രൊജക്ഷൻ. വെഡ്ജ് ഫോമിൽ തന്നിട്ട് ഫിഷർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചാൽ ഇതേ രീതിയിൽ തന്നെ ചെയ്യുക. ഇനി നോക്കാം, 2 അസിമെട്രിക് കാർബൺ ആറ്റംസ് ഉള്ള ഒരു മോളിക്യൂളാണെന്ന് വിചാരിക്കുക. 2 അസിമെട്രിക് കാർബൺ ആറ്റം. ഒരു കാർബൺ ആറ്റം വേറെ ഒരു കാർബൺ ആറ്റം കൂടിയുണ്ട്. അതായത് ഈ കാർബൺ ആറ്റത്തിൻ്റെ 3 വാലൻസീസ് എ ബി സി അങ്ങനെ 3 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് വഴിയും ഈ കാർബൺ ആറ്റത്തിൻ്റെ 3 വാലൻസീസ് ഡി ഇ എഫ് ഇങ്ങനെയുള്ള ഒരു മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര അസിമെട്രിക് കാർബൺ ആറ്റംസ് ഉണ്ട്? 2 അസിമെട്രിക് കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഈ 2 അസിമെട്രിക് കാർബൺ ആറ്റത്തിൻ്റെ ഫിഷർ ഫോമിലോട്ട് എഴുതുമ്പോൾ ഇതിനെ വെഡ്ജ് ഫോമിൽ നിന്ന് അല്ലെങ്കിൽ ഇതിൻ്റെ ഫിഷർ ഫോമിലോട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കണം? ഇങ്ങനെ 2 മീറ്റിംഗ് പോയിൻറ്റ്സ്, 2 അസിമെട്രിക് കാർബൺ ആറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന 2 എണ്ണം ഉണ്ടാവും. അപ്പോൾ ഇവിടെ
ഇത് ABCDEF എന്ന് കൊടുക്കണം. ഇനി നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് കൺവേർഷൻ ഓഫ് വെഡ്ജ് ഫോം ടു ഫിഷർ ഫോം ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നോക്കുക, ഇതുപോലെ 2 അസിമെട്രിക് കാർബൺ ആറ്റം ഉള്ള ഇതിനെ നമുക്ക് വെഡ്ജ് ഫോമിലാണ് തന്നിരിക്കുന്നത് എങ്കിൽ എങ്ങനെ തന്നിട്ടുണ്ടാവും നോക്കുക. ഇതിൽ ഇത് A ആണെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ തന്നിരിക്കുന്നവർ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ്. ഇത് C ആണെന്ന് വിചാരിക്കുക, ഇത് B. അപ്പോൾ ഈ കാർബൺ ആറ്റത്തിൽ Aയും Bയും Cയും കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത കാർബൺ ആറ്റം, ഇതാണ് നമ്മുടെ സെക്കൻഡ് കാർബൺ ആറ്റം. ഈ കാർബൺ ആറ്റത്തിൽ ഇത് തിക്ക് വെഡ്ജ്, ഇത് വേറൊരു തിക്ക് വെഡ്ജ്. എങ്ങനെയാണെന്ന് വിചാരിക്കരുത്, ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് DEF എവിടെ വേണേലും കൊടുക്കാം. എങ്ങനെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഇതൊരു തിക്ക് വെഡ്ജ്, 2 അസിമെട്രിക് കാർബൺ ആറ്റം ഉള്ളതിൻ്റെ വെഡ്ജ് റെപ്രസെൻറ്റേഷൻ കാണിച്ചിരിക്കുന്നതാണ്. ഇവിടെ ഈ ലോവസ്റ്റ് കാർബൺ ആറ്റത്തിൽ ഒരാൾ ഇത് പ്ലെയിനിൻ്റെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നു, മറ്റൊരു രണ്ടുപേരും പ്ലെയിനിൻ്റെ ബാക്കിലോട്ട് നിൽക്കുന്നു. ഇവിടെ ഇവർ രണ്ടുപേരും പ്ലെയിനിൻ്റെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നു, ഇത് പ്ലെയിനിൻ്റെ ബാക്കിലോട്ട് നിൽക്കുന്നു. ഇത് 2 അസിമെട്രിക് കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂളിൻ്റെ വെഡ്ജ് റെപ്രസെൻറ്റേഷനാണ്. ഈ വെഡ്ജ് റെപ്രസെൻറ്റേഷനെ നമുക്ക് എങ്ങനെ പറയാം? സ്റ്റാഗേർഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. ഈ വെഡ്ജ് റെപ്രസെൻറ്റേഷൻ എങ്ങനെ കൊടുക്കാം? സ്റ്റാഗേർഡ് എന്ന് കൊടുക്കാം. അതെന്തായിരിക്കും സ്റ്റാഗേർഡ് എന്ന് പറയാൻ കാരണം? ഇവിടെ നോക്കുക, ഈ 2 കാർബൺ ആറ്റത്തിൽ ഇവർ രണ്ടുപേരും പ്ലെയിനിൻ്റെ ഫ്രണ്ടിലോട്ടാണെങ്കിൽ ഇതിനോട് ക്ലോസ് ആയിട്ട് ഇവർ രണ്ടുപേരും പ്ലെയിനിൻ്റെ ബാക്കിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ എക്ലിപ്സ്ഡ് എഴുതണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ കാർബൺ ആറ്റത്തിനെ ജസ്റ്റ് ഒരു 60 ഡിഗ്രിയിലോട്ട് റൊട്ടേറ്റ് ചെയ്യിച്ചിട്ട് ചെയ്യുക. സോ കൺവേർഷൻ ഓഫ് വെഡ്ജ് റെപ്രസെൻറ്റേഷൻ ടു ഫിഷർ റെപ്രസെൻറ്റേഷൻ ആണ് നോക്കുന്നത്. 2 അസിമെട്രിക് കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂളിൻ്റെ വെഡ്ജ് റെപ്രസെൻറ്റേഷൻ തന്നാൽ അതിനെ എങ്ങനെ ഫിഷർ റെപ്രസെൻറ്റേഷനിലോട്ട് ആക്കാമെന്നാണ്. ഇപ്പോൾ 2 അസിമെട്രിക് കാർബൺ ആറ്റം ഉള്ള ഒരു മോളിക്യൂളിൻ്റെ വെഡ്ജ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് സ്റ്റാഗേർഡ് ആകാം, എക്ലിപ്സ്ഡ് ആകാം. ഇപ്പം നമ്മൾ കണ്ടത് ഇത് സ്റ്റാഗേർഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് 2 പ്ലെയിനിൻ്റെ ഫ്രണ്ടിലോട്ടാണെങ്കിൽ ഇത് 2 പ്ലെയിനിൻ്റെ ബാക്കിലോട്ട് നിൽക്കുന്നു. ഇതൊരു സ്റ്റാഗേർഡ് ഫോമിലുള്ള വെഡ്ജ് റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പം നമുക്ക് ഒരു വെഡ്ജ് റെപ്രസെൻറ്റേഷൻ തന്നിട്ട് അതിനെ ഫിഷർ ഫോമിലോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ, സ്റ്റാഗേർഡ് ഫോമിലാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിനെ എക്ലിപ്സ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്ലിപ്സ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഫിഷർ ഫോമിലോട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എക്ലിപ്സ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാർബൺ ആറ്റത്തിന് ഒരു ചേഞ്ചും വരുത്തേണ്ട. നമുക്ക് അപ്പർ കാർബൺ ആറ്റത്തിന് ചേഞ്ച് ഒന്നും വരുത്താതെ അങ്ങനെ തന്നെ എഴുതാം. D പ്ലെയിനിൻ്റെ ഫ്രണ്ടിലാണ്, ആ D അങ്ങനെ തന്നെ കൊടുക്കുന്നു. ഈ പ്ലെയിനിൻ്റെ ഫ്രണ്ടിലാണ്, അതും തിക്ക് വെഡ്ജായിട്ട് കൊടുക്കുന്നു. ദെൻ F പ്ലെയിനിൻ്റെ ബാക്കിലാണ്, ഡോട്ടഡ് വെഡ്ജായിട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിനെ എക്ലിപ്സ്, സ്റ്റാഗേർഡ് ഫോമിലുള്ളതിനെ എക്ലിപ്സിലോട്ട് മാറ്റുവാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ 2 പ്ലെയിനിൻ്റെ ഫ്രണ്ടിൽ, ഇവിടെ 2 പ്ലെയിനിൻ്റെ ബാക്കിലാവുമ്പോഴാണ് സ്റ്റാഗേർഡ്. ഇവിടെ 2 പ്ലെയിനിൻ്റെ ഫ്രണ്ടിൽ, ഇവിടെ 2 പ്ലെയിനിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ എന്തായി? എക്ലിപ്സ്ഡ് ആയി. അപ്പോൾ മുകളിലുള്ള കാർബൺ ആറ്റത്തിന് ഒരു ചേഞ്ചും വരുത്തിയില്ല. താഴെയുള്ള കാർബൺ ആറ്റത്തിനെ നമ്മളൊരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. 60 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിക്കുകയാണ്. അപ്പോൾ താഴേക്ക് നിൽക്കുന്ന ഈ വെഡ്ജ് നമുക്ക് മുകളിലോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ എ എവിടെ വന്നു? എ ഇതിനെ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് എ നമ്മുടെ ഇവിടെ വന്നു. ഇനി എന്ത് ചെയ്യണം? ഈ സി ഫ്രണ്ടിലോട്ട് വരുന്നു. അപ്പോൾ സി ഡോട്ടഡ് വെഡ്ജിലാണ് കിടക്കുക, അത് നമ്മൾ സി കൊടുത്തു. ഇനി ബാക്കിലോട്ട് നിൽക്കുന്ന ഈ ബി ഉണ്ടല്ലോ, ആ ബി 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ പുറകെ കിടക്കുന്ന ബി എങ്ങനെ? ഇതെല്ലാം 120 ഡിഗ്രിയിലാണ്, ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയാണ്. അപ്പോൾ പുറകെ കിടക്കുന്ന ബി 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും എങ്ങോട്ട് വന്നു? ഫ്രണ്ടിലോട്ട് കയറി വന്നു. അപ്പം നമ്മുടെ ബി ഫ്രണ്ടിലോട്ട് കയറി വന്നു. ഇപ്പം ഇതെന്തായി? നമുക്ക് തന്നിരുന്ന സ്റ്റാഗേർഡ് വെഡ്ജ് റെപ്രസെൻറ്റേഷനെ നമ്മൾ എന്തിലോട്ട് മാറ്റി? എക്ലിപ്സ്ഡിലോട്ട് മാറ്റി. ഇപ്പം ഇത് എക്ലിപ്സ്ഡായി. ഒന്നും ഇവിടെ ഡൗട്ട് വരേണ്ട കാര്യമില്ല. ഇവിടെ ഇത് തിക്ക് വെഡ്ജ്, ഇതും തിക്ക് വെഡ്ജ് ആണെങ്കിൽ എക്ലിപ്സ്ഡ് എന്ന് ഓർക്കുക. 2 പ്ലെയിനിൻ്റെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നു. ഇത് പ്ലെയിനിൻ്റെ ഫ്രണ്ടിലോട്ടും ഇത് പ്ലെയിനിൻ്റെ ബാക്കിലോട്ടും ആണെങ്കിൽ അതെന്താണ്? സ്റ്റാഗേർഡ് ആണ്. അപ്പോൾ സ്റ്റാഗേർഡിൽ തന്നാൽ ഫിഷർ ഫോമിലോട്ട് മാറ്റുന്നതിന് മുമ്പ് അതിനെ എക്ലിപ്സിലോട്ട് ആക്കിയിരിക്കണം.
സ്റ്റാഗേർഡ് ഫോമിൽ ഉള്ള വെഡ്ജ് റെപ്രസെൻറ്റേഷനെ എക്ലിപ്സ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇനി 2 അസിമെട്രിക് കാർബണാറ്റം ആണുള്ളത്. ഫിഷർ ഫോമിലോട്ട് ആക്കാനായിട്ട് 2 ഹൊറിസോണ്ടൽ ലൈൻസ് കൊടുക്കുന്നു. ഇതേ രീതിയിൽ തന്നെ പ്ലെയിനിൻ്റെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന എയിനെയും ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന ബി, ഇത് രണ്ടുമാണ് ലോവർ കാർബണാറ്റത്തിൽ പ്ലെയിനിൻ്റെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന ആളുകൾ. അവരെ നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ 2 സൈഡിലും കൊടുത്തു. സീനെ ഇവിടെ കൊടുത്തു. ഇവിടെയാണെങ്കിൽ പ്ലെയിനിൻ്റെ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നത് ഡിയും ഇയുമാണ്, പ്ലെയിനിൻ്റെ ബാക്കിലോട്ട് നിൽക്കുന്നത് എഫ്. അങ്ങനെ വെഡ്ജ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഫിഷർ ഫോമിലോട്ടാക്കാം. സിംഗിൾ അസിമെട്രിക് കാർബണാറ്റം ഉള്ളതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇനി 2 അസിമെട്രിക് കാർബണാറ്റം ഉണ്ട്, അത് സ്റ്റാഗേർഡ് ആണെങ്കിൽ എക്ലിപ്സിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഏതിലോട്ട് എഴുതാവുള്ളൂ, ഫിഷർ ഫോമിലോട്ട് മാറ്റാവുള്ളൂ. അപ്പോൾ ഫിഷർ ഫോമിലോട്ട് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ന്യൂമാൻ പ്രൊജക്ഷൻ ഫോർമുല. നെക്സ്റ്റ് ടോപ്പിക് Newman. First wedge representation, then second Fisher projection, then third one is Newman projection. Newman projection. മീഥൈനിന് അല്ലെങ്കിൽ മീഥൈൻ മോളിക്യൂളിന് ന്യൂമാൻ പ്രൊജക്ഷൻ റെപ്രസെൻറ്റേഷൻ പോസിബിൾ അല്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, 2 കാർബണാറ്റം, മിനിമം 2 കാർബണാറ്റം ഉള്ള മോളിക്യൂളിനാണ് ന്യൂമാൻ പ്രൊജക്ഷൻ റെപ്രസെൻറ്റേഷൻ വരിക. ഇൻ ന്യൂമാൻ പ്രൊജക്ഷൻ ഫോം എ മോളിക്യൂൾ ഈസ് വ്യൂഡ് ഹെഡ് ഓൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാർബൺ ബോണ്ട് ഉണ്ടല്ലോ, കാർബൺ ബോണ്ട്. ഓക്കെ, ന്യൂമാൻ പ്രൊജക്ഷൻ ഫോമിൽ നമ്മൾ ഒരു കാർബൺ ബോണ്ട് നോക്കുക. ഇതൊരു കാർബൺ ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ബോണ്ടിനെ നമുക്ക് 2 രീതിയിൽ വ്യൂ ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഈ ബോണ്ട് ലെങ്ത് ഫുള്ളായിട്ട് കാണത്തക്ക രീതിയിൽ നമുക്ക് വ്യൂ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വ്യൂ ചെയ്യാം. ഇങ്ങനെ വ്യൂ ചെയ്യുവാണെങ്കിൽ ഇവിടെയുള്ള കാർബണാറ്റം എൻ്റെ ഫ്രണ്ട് കാർബണാറ്റം, ഇവിടെയുള്ള കാർബണാറ്റം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബാക്കി കാർബണാറ്റം. ഇപ്പം 2 രീതിയിൽ വ്യൂ ചെയ്യാം. ഹ്യൂമൻ പ്രൊജക്ഷൻ ഫോമിലെ ഈ രീതിയിലാണ് വ്യൂ വരിക. ഈ രീതിയിൽ വ്യൂ വരുമ്പോൾ ഫ്രണ്ട് കാർബണാറ്റം ഈസ് റെപ്രസെന്റഡ് ബൈ എ ഡോട്ട്, ബാക്ക് കാർബണാറ്റം ഈസ് റെപ്രസെന്റഡ് ബൈ എ സർക്കിൾ. കാർബൺ ബോണ്ട് നമ്മൾ അവിടെ പ്രൊജക്ട് ചെയ്യുന്നില്ല. ഫ്രണ്ട് കാർബണാറ്റം ഈസ് റെപ്രസെന്റഡ് ആസ് എ ഡോട്ട്, ബാക്ക് കാർബണാറ്റം ഈസ് റെപ്രസെന്റഡ് ആസ് എ സർക്കിൾ. ആ ഫ്രണ്ട് കാർബണാറ്റത്തിലുള്ള 3 ഗ്രൂപ്പുകളുണ്ടല്ലോ, 3 ബോണ്ട് 120 ഡിഗ്രിയിൽ തന്നെ നമ്മൾ കാണിക്കും. ബാക്ക് കാർബണാറ്റത്തിലുള്ളതും അങ്ങനെ തന്നെ, അത് ഞാൻ വരച്ച് കാണിക്കാം. ഇതുപോലെ തന്നെ സോഹോഴ്സ് റെപ്രസെന്റേഷനിൽ ന്യൂമാൻ പ്രൊജക്ഷൻ റെപ്രസെന്റേഷൻ ഇങ്ങനെ ഹെഡ് ഓൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തൊട്ടടുത്ത റെപ്രസെന്റേഷൻ സോഹോഴ്സിൽ നമ്മൾ മോളിക്യൂൾ ഈസ് വ്യൂഡ് ത്രൂ ദി ആക്സിസ്. മോളിക്യൂളിനെ നമ്മൾ ഇങ്ങനെ തന്നെ കറക്റ്റ് ബോണ്ട് ലെങ്ത് കാണത്തക്ക രീതിയിൽ ഇങ്ങനെയാണ് നമ്മൾ സോഹോഴ്സ് റെപ്രസെന്റേഷനിൽ വ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് അതൊന്ന് വരച്ചു നോക്കാം. ന്യൂമാൻ പ്രൊജക്ഷൻ ഫോം ഞാൻ പറഞ്ഞു, ഫ്രണ്ട് കാർബണാറ്റം ഈസ് റെപ്രസെന്റഡ് ആസ് എ ഡോട്ട് ആൻഡ് ദ 3 bonds attached to it are represented by lines originating from this dot. Suppose these 3 groups are A, B and C, and back carbon atom is represented as a circle. ബാക്ക് കാർബൺ ആറ്റം നമ്മൾ സർക്കിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി ബാക്ക് കാർബൺ ആറ്റത്തിലുള്ള ഡി ഇ എഫ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കാർബൺ ആറ്റത്തിലെ എ ബി സി, ബാക്ക് കാർബൺ ആറ്റത്തിലുള്ള ഡി ഇ എഫ് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക. 2 രീതിയിൽ ന്യൂമാൻ പ്രൊജക്ഷൻ റെപ്രസെൻറ്റേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദിസ് ഈസ് സ്റ്റാഗേർഡ് ഫോം. ഇത് സ്റ്റാഗേർഡ് ഫോമാണ്. അടുത്തതോ എക്ലിപ്സ്ഡ് ഫോമാണ്. എക്ലിപ്സ്ഡ് ഫോം. ദ കാർബൺ സിംഗിൾ ബോണ്ടിന് ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആണ്. അങ്ങനെ ഫ്രീ റൊട്ടേഷൻ പോസിബിൾ ആയതുകൊണ്ട് ഈ ഫ്രണ്ട് കാർബൺ ആറ്റത്തിനെ അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് ബാക്ക് കാർബൺ ആറ്റത്തിനെ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആംഗിൾസിൽ റൊട്ടേറ്റ് ചെയ്യിക്കാം. അങ്ങനെ ആംഗിൾസിൽ റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് കൺഫോർമേഷൻസ് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ 2 എക്സ്ട്രീം കൺഫർമേഷൻ. എക്സ്ട്രീമാണിത്, ഒന്ന് സ്റ്റാഗേർഡ്, രണ്ടാമത്തേത് എക്ലിപ്സ്ഡ്. സ്റ്റാഗേർഡ് കൺഫർമേഷനിൽ മാക്സിമം അകലത്തിൽ, എയിൽ നിന്ന് മാക്സിമം അകലത്തിലായിരിക്കും, ആ ഒരു രീതിയിലായിരിക്കും പോവുക. എക്ലിപ്സ്ഡ് കൺഫർമേഷനിൽ നമ്മൾ ഈ മോളിക്യൂളിൻ്റെ ആക്സിസിലൂടെ ഹെഡ് ഓൺ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ എ ഇവിടെ നിൽക്കുന്നു, അതിൻ്റെ തൊട്ടടുത്ത ബോണ്ട് ഇങ്ങനെ നിൽക്കുമ്പം നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആൾ മറിഞ്ഞു പോകും. ഫ്രണ്ടിൽ നിന്ന് നമ്മൾ വ്യൂ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ഫ്രണ്ടിലെ കാർബൺ ആറ്റത്തിൻ്റെ നേരെ പുറകിലാണ് നിൽക്കുന്നത്. ആ നേരെ പുറകിലുള്ള റെപ്രസെൻറ്റേഷനാണ് ഈ എക്ലിപ്സ്ഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതേസമയം ഇത് ഫ്രണ്ട് കാർബണാറ്റം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ബാക്ക് കാർബണാറ്റം റൊട്ടേറ്റ് ചെയ്യിച്ച് അതിൽ നിന്ന് മാക്സിമം അകന്നു പോകുന്ന ആ ഒരു അവസ്ഥ, അതാണ് ഇത് സ്റ്റാഗേർഡ് കൺഫർമേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ +1 പഠിക്കും.
പഠിക്കുന്ന കാര്യമാണ്. അങ്ങനെ ന്യൂമാൻ പ്രൊജക്ഷൻ അനുസരിച്ച് എക്ലിപ്സ്ഡ് കൺഫർമേഷനും സ്റ്റാഗേർഡ് കൺഫർമേഷനും എഴുതാമെന്നുള്ള കാര്യം അറിയാം. ഇനി നെക്സ്റ്റ് കൺവേർഷൻ ഓഫ് ന്യൂമാൻ ഫോർമുല ടു ഫിഷർ ഫോം. ന്യൂമാൻ ഫോമിൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഫിഷർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ന്യൂമാൻ ഫോമിൽ തന്നാൽ സ്റ്റാഗേർഡ് ഫോമിലാണെന്നുണ്ടെങ്കിൽ ഓർക്കുക അതിനെ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യിച്ച് എക്ലിപ്സ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. എക്ലിപ്സ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതേ രീതിയിൽ തന്നെ ഫിഷർ ഫോമിലോട്ട് എഴുതിയാൽ മതി. എന്ന് നോക്കുക, ഞാൻ അത് ജസ്റ്റ് കാണിച്ചു തരാം. നമ്മുടെ എ ബി സി ഫ്രണ്ട് കാർബണാറ്റത്തിൽ എയും ബിയും സിയും ഇതാണ്. ബാക്ക് കാർബണാറ്റത്തിൽ നമ്മുടെ ഡി ഇ എഫ് ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു കൺഫർമേഷൻ തന്നത്. ഈ എക്കും ബിക്കും സിക്കും പകരം ഏതെങ്കിലുമൊക്കെ ഗ്രൂപ്പുകളായിരിക്കും. ഇങ്ങനെ നിങ്ങളോട് തന്നിട്ട് ഇതിനെ ഫിഷർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ഇത് സ്റ്റാഗേർഡ് ഫോമാണ്. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു, സ്റ്റാഗേർഡ് ഫോമിൽ തന്നാൽ നമ്മളതിനെ എക്ലിപ്സ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. എക്ലിപ്സ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബാക്ക് കാർബണാറ്റത്തിനെ നമുക്ക് അങ്ങനെ തന്നെ നിർത്താം. ബാക്ക് കാർബണാറ്റത്തിനെ അങ്ങനെ തന്നെ നിർത്തുക. അതായത് ബാക്ക് കാർബണാറ്റത്തിൻ്റെ ഡി അവിടെ തന്നെ, ബാക്ക് കാർബണാറ്റം സർക്കിളിലാണ് റെപ്രസെൻറ്റ് ചെയ്യുക, ഇ അവിടെ തന്നെ, എഫ് ഇവിടെ തന്നെ. ഫ്രണ്ട് കാർബണാറ്റത്തിനെ ഞാനൊരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതായത് ഇവിടെ കിടക്കുന്ന എ എങ്ങോട്ടേക്ക് പോവാണ്, ഇങ്ങോട്ട് പോയി. സി എവിടേക്ക് പോവാണ്, സി ഇവിടേക്ക് പോയി. നമ്മുടെ ബി എവിടേക്ക് പോയി, ബി ഇവിടേക്ക് പോയി. ഇപ്പം നമ്മുടെ ഇത് എന്തായി, സ്റ്റാഗേർഡ് ഫോമിനെ നമ്മൾ എക്ലിപ്സ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. എക്ലിപ്സ്ഡ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രം വേണം ഏതെഴുതാനായിട്ട്, ഫിഷർ ഫോം. ഇവിടെ 2 കാർബണാറ്റം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 2 ക്രോസ് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഫ്രണ്ട് കാർബണാറ്റം ഇങ്ങനെ തന്നെ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് കാർബണാറ്റം എ സി ബി, എ സി ബി. ബാക്ക് കാർബണാറ്റോ എയോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ഡി, സിയോട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ഇ, ബിയോട് ബിയുടെ പെയറായിട്ട് വരണത് എഫ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏത് ഫോം, ഫിഷർ പ്രൊജക്ഷൻ ഫോം എന്ന് പറയുന്നത്. അത് നമുക്ക് ലാസ്റ്റ് ഒറ്റ റെപ്രസെൻറ്റേഷനും കൂടെ പഠിക്കാനുള്ളൂ, സോ ഹോൾസ് റെപ്രസെൻറ്റേഷൻ. സോ ഹോൾസ് റെപ്രസെൻറ്റേഷൻ, ലാസ്റ്റ് റെപ്രസെൻറ്റേഷൻ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. സോഹോൾസ് റെപ്രസെൻറ്റേഷനിൽ നമ്മൾ മോളിക്യൂൾസിൻ്റെ അത് കാർബൺ ബോണ്ട് ഫുള്ള് കാണത്തക്ക രീതിയിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് നോക്കുന്നത്. ലോവർ കാർബണാറ്റം ഇവിടെയും അപ്പർ കാർബണാറ്റം ഇവിടെയും എന്നുള്ള രീതിയിൽ 2 കാർബണാറ്റത്തിനെ ഇങ്ങനെ ചെരിച്ചൽപ്പം ടിൽറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇത് ലോവർ കാർബണാറ്റം, ഇത് അപ്പർ കാർബണാറ്റം. ലോവർ കാർബണാറ്റത്തിൽ ഇതുപോലെ 3 ഗ്രൂപ്പ് ഉണ്ടാകും, അപ്പർ കാർബണാറ്റത്തിലും ഇതുപോലെ 3 ഗ്രൂപ്പ്. ഇതാണ് ഏത് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്, സോഹോൾസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുക. എ ബി സി ഡി ഇ എഫ് ഈ രീതിയിൽ കൊടുക്കാം. ഇത് ഏതായിരിക്കും, എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആയിരിക്കും. ഇതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാഗേർഡ് കൺഫർമേഷൻ എഴുതണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളെ ഒരെണ്ണം ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് മറ്റേ ആളെ ഒരു 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തന്നെ ഇത് എക്ലിപ്സ്ഡ്. പിന്നെ ഇതിൻ്റെ സ്റ്റാഗേർഡ് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ തന്നെ നിർത്താം, അപ്പർ കാർബണാറ്റത്തിനെ ഇങ്ങനെ തന്നെ നിർത്താം. ഡി ഇത്, ഇ ഇത്, എഫ് ഇത്. ഇതിനെ എന്ത് ചെയ്യുക, ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ സോഹോൾസ് റെപ്രസെൻറ്റേഷൻ. ഇതുപോലെ സോഹോൾസ് റെപ്രസെൻറ്റേഷനെ നമുക്ക് ന്യൂമാൻ ഫോമിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്യുക. ലോവർ കാർബണാറ്റത്തിനെ നമ്മൾ ഫ്രണ്ട് കാർബണാറ്റമായിട്ടും ഇത് ബാക്ക് കാർബണാറ്റമായിട്ടും എടുക്കുക. അങ്ങനെ നമുക്ക് അതിനെ ന്യൂമാൻ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാം.